ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം പറഞ്ഞതിൻ്റെ മുന്നായിട്ട് ഞാനിപ്പോൾ എന്നും രാവിലെ 5 മണിക്ക് എണീക്കും കേട്ടോ. രാവിലെ എണീച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആവും. ഇപ്പം നേരം വെളുക്കുന്നുള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമ്മൾ നേരെ ടെറസിൻ്റെ മുകളിലോട്ട് പോകും. നമ്മൾ സൺറൈസ് കാണാൻ. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ സൺറൈസ് ഒക്കെ കാണണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്താ ഇവിടെയെന്ന്. ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട് ഏകദേശം 2 മാസമായല്ലോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദുബായിൽ ഒരു ജോബ് കിട്ടി. അപ്പോൾ ജോബ് കിട്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു അക്കോമഡേഷൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇതാണ് എന്റെ അക്കോമഡേഷനിൽ. ഇവിടെ നമുക്ക് ബെഡ് സ്പേസ് കിട്ടിയിട്ടുള്ളത് മോളത്തെ റോലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ രാവിലെ എണീച്ച് കുളിച്ച് മാറ്റി നമ്മളിതാ ഡ്യൂട്ടിക്ക് പോവാണ്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ ദുബായ് സൗത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ആകെ ഒരു റെസ്റ്റോറന്റ് ഉള്ളൂ. അവിടെ പോയിട്ട് നല്ല ഫ്രഷ് മിൽക്ക് ചായയും പൊറാട്ടയും കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മളിതാ ഡ്യൂട്ടിക്ക് പോവാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ദുബായ് സൗത്തിന്റെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് മരുഭൂമിയാണ്. ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റില്ല. ഒരു ഡെസേർട്ട് ആയിട്ട് ഫുള്ള് മണലായിട്ട് കിടക്കുകയാണ്. ഞാൻ രാവിലെ ഒരു 7:45 ബസ് കയറി 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകും. ഞാൻ ഇവിടെ ഒരു ലോജിസ്റ്റിക്സിന്റെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ 11 മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷം നമ്മൾ പുറത്തിറങ്ങി. ഇന്ന് ഏകദേശം 9 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. അങ്ങനെ 7 മണിക്ക് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇതും ഒരു ദുബായ് ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് ശരിക്കുള്ള ദുബായിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ബസ് കയറിയിട്ട് ഒരു 3-4 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ഞാൻ ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ബസ്സിൽ 4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഒന്ന് ദുബായ് ടൗണിൽ എത്തുന്നത്. ഇവിടെ എത്തിയാണ് നല്ല ഷവർമയും നല്ല ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി കഥകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.